പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ കുട്ടിയെ വിവാഹം കഴിച്ച യുവാവും കൂട്ടുനിന്ന കുട്ടിയുടെ അമ്മയും അറസ്റ്റിലായി. ഏനാത്ത് കടമ്പനാട് വടക്ക് കാട്ടത്താവിള പുളിവിളയിൽ ആദിത്യൻ 21 ഭർത്താവിൽ നിന്നും അകന്നു കഴിയുന്ന പെൺകുട്ടിയുടെ മാതാവ് എന്നിവരാണ് ഏനാത്ത് പോലീസിന്റെ പിടിയിലായത്. ഇവർ കേസിലെ 1ഉം 2ഉം പ്രതികളാണ്. 3ഉം 4ഉം പ്രതികളായ യുവാവിന്റെ മാതാപിതാക്കളുമായി ആലോചിച്ച് സമ്മതം നേടിയാണ് 2ാം പ്രതി ഇരുവരുടെയും വിവാഹം നടത്തിക്കൊടുത്തത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ പ്രതി 17കാരിയുമായി 2 വർഷത്തോളമായി അടുപ്പത്തിൽ ആയിരുന്നു. കുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞപ്പോൾ എതിർത്തുവെങ്കിലും കൂട്ടാക്കാതെ ബന്ധം തുടരുകയും ഒപ്പം താമസിക്കുകയും ആയിരുന്നു. തുടർന്ന് ഗർഭിണിയാവുകയും 5ാം മാസം യുവാവിൻ്റെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന വയനാട് പോവുകയും ചെയ്തു. അവിടെ വച്ച് പെൺകുട്ടി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. പ്രസവത്തിന് ശേഷം 4 മാസം കഴിഞ്ഞ് കുഞ്ഞുമായി ഇവിടെ വന്ന് യുവാവിനൊപ്പം താമസിക്കുകയായിരുന്നു. ആദിത്യനുമായി ഇപ്പോൾ പിണക്കത്തിലായ പെൺകുട്ടിയുടെ സഹോദരൻ ചൈൽഡ് ലൈനിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അറിയിച്ചത് പ്രകാരം ഏനാത്ത് പോലീസ് നടപടി സ്വീകരിക്കുകയായിരുന്നു. 2022 മുതൽ പെൺകുട്ടിയുമായി അടുത്ത യുവാവ് പ്രണയം നടിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ നിരന്തരം ബന്ധപ്പെട്ട് വിവാഹവാഗ്ദാനം നൽകി ബലാത്സംഗത്തിന് വിധേയയാക്കി. ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന 2ാം പ്രതിയും മറ്റും താമസിക്കുന്ന വാടക വീട്ടിൽ നിത്യ സന്ദർശകനായി മാറിയ ഇയാളെ കഴിഞ്ഞ വർഷം +1 പരീക്ഷ സമയത്ത് കുട്ടിയുടെ അമ്മ വിളിച്ചു വരുത്തി. തുടർന്ന് ഇയാളുടെ മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിയ ശേഷം കുട്ടിയെ ഇയാൾക്കൊപ്പം പ്രതിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരുടെയും താലികെട്ട് നടക്കുകയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പ്രതിയുടെ വീട്ടിൽ കഴിഞ്ഞ് വരികയായിരുന്നു. നിയമാനുസൃതം അല്ലാത്ത വിവാഹത്തിന് കൂട്ടുനിൽക്കുകയും നിയമാനുസൃത രക്ഷകർത്തത്തിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ കുട്ടിയെ യുവാവിനൊപ്പം അയച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കുട്ടി തുടർന്ന് ഗർഭിണിയായപ്പോൾ ഇത് മറച്ചുവെക്കാനായി പ്രതിയുടെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന വയനാട് ഇവർ എത്തിച്ചു. അവിടെ കൈനാടി ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രസവം നടക്കുകയും ചെയ്തു. തുടർന്നാണ് ഇവിടെ എത്തി യുവാവുമായി വീണ്ടും താമസിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം ശിശു സംരക്ഷണ യൂണിറ്റിൽ നിന്നും സംഭവം സംബന്ധിച്ച് കത്ത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏനാത്ത് പോലീസ് സ്ഥലത്തെത്തി വിശദമായി അന്വേഷണം നടത്തുകയും ശനിയാഴ്ച പെൺകുട്ടിയെ കണ്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും ആയിരുന്നു. ഗുരുതരമായ കുറ്റകൃത്യം ആണെന്ന് ബോധ്യപ്പെട്ട പോലീസ് ബലാത്സംഗത്തിനും പോക്സോ നിയമപ്രകാരവും ബാലനീതി നിയമമനുസരിച്ചും ബാലവിവാഹ നിരോധന നിയമം വകുപ്പ് 9 പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. യുവാവിനെ 1ാം പ്രതിയായും പെൺകുട്ടിയുടെ മാതാവിനെ 2ാം പ്രതിയായും ഇയാളുടെ മാതാപിതാക്കളെ 3ഉം 4ഉം പ്രതികളുമായി കേസെടുത്തു. അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ആദിത്യനെ ശനിയാഴ്ച സന്ധ്യയോടെ ഇയാളുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തു. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ അമ്മയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അറസ്റ്റ് ചെയ്തു. പ്രാഥമിക നടപടികൾക്ക് ശേഷം പോലീസ് തെളിവെടുപ്പ് നടത്തുകയും വിശദമായ റിപ്പോർട്ട് ശിശു ക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുന്നതിന് അപേക്ഷ സമർപ്പിച്ചു. പ്രതിയുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ആദിത്യൻ പ്രതിയാണെന്ന് അന്വേഷണത്തിൽ വെളിവായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.